നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്നത് വ്യാപകമാകുന്നു. എതിർകക്ഷികളുടെ പരാജയഭീതി മൂലമെന്ന് നേതാക്കൾ. കടുത്ത വേനലിൽ കാനായിക്കാനവും വറ്റിവരണ്ടു തുടങ്ങി. അനധികൃത ചെങ്കൽ ഖനനം കാനത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. വിശപ്പുരഹിത പട്ടണമാകാനൊരുങ്ങി ചെറുപുഴ. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പൊതിച്ചോറ് പദ്ധതിക്ക് തുടക്കമായി. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ടൗൺ സ്ക്വയറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പോയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പോലെ ചിലയിടങ്ങളിലെങ്കിലും ഇപ്പോഴും സജീവമാണ് ചായക്കട ചർച്ചകൾ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിന് ഇനി 16 നാൾ. കാണാം പോളിംഗ് 2016. തൃക്കരിപ്പൂരിൽ LDF സ്ഥാനാർത്ഥി M രാജഗോപാലന്റെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി തകർത്തു. പരാജയഭീതി പൂണ്ട UDF പ്രവർത്തകരാണ് ബോർഡുകൾ നശിപ്പിച്ചതെന്ന് LDF നേതാക്കൾ. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി M രാജഗോപാലിനു വേണ്ടി ഇളമ്പച്ചി, തെക്കുംപാട്, ബീരിച്ചേരി, വൾവക്കാട്, മേനോക്ക്, തൈക്കിൽ, മെട്ടമ്മൽ, പൊറോപ്പാട്, ഒളവറ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച പടുകൂറ്റൻ ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. പ്രവർത്തകരിൽ പ്രകോപനമുണ്ടാക്കും വിധമാണ് വ്യാപകമായ നഷ്ടം വരുത്തിയിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് LDF നേതാക്കളായ MV ബാലകൃഷ്ണൻ, E കുഞ്ഞിരാമൻ, MB കരുണാകരൻ, TV കുഞ്ഞികൃഷ്ണൻ, KK രാജശേഖരൻ, KV ഭാസ്കരൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിനകത്ത് ആകെ വ്യാപകമായി സംഘർഷവും അതുപോലെയുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ തുടക്കമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ ഈ പ്രദേശത്തുണ്ടായത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിനകത്ത് പ്രത്യേകിച്ച് ഈ ബീരിച്ചേരി, വെളമ്പച്ചി, ഒളവറ തുടങ്ങിയ പ്രദേശങ്ങളിലൊന്നും വളരെയേറെ സമാധാനപരമായ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലാകെ വ്യാപകമായി സംഘർഷമുണ്ടാക്കാനുള്ള UDFന്റെ ബോധപൂർവമായ തുടക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ തെക്കുംപാട് NDA സ്ഥാനാർത്ഥി M ഭാസ്കരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡും തൈക്കിൽ ബൂത്ത് ഓഫീസും BJPയുടെ കൊടിമരവും നശിപ്പിച്ചു. NDA സ്ഥാനാർത്ഥി M ഭാസ്കരന്റെ കീറി നശിപ്പിച്ച ബോർഡിന്റെ ശേഷിപ്പിച്ച ഭാഗം നോക്കി നശിപ്പിച്ചവരെ പഴിക്കുന്ന വീട്ടമ്മയും വയ്യാവേലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞ് അമ്മയെ വിലക്കുന്ന മകളുമാണ് ദൃശ്യത്തിൽ കാണുന്നത്. ആരായാലും ചെയ്തത് ശരിയായില്ലെന്ന പക്ഷക്കാരിയാണ് ഈ വീട്ടമ്മ. ഇത് പകർത്തുന്നതിനിടയിലാണ് തൃക്കരിപ്പൂർ തൈക്കിലിൽ നിന്നും NDA ബൂത്ത് ഓഫീസ് തകർത്തതായി ഫോൺ വിളി വന്നത്. തൈക്കിലിലെ NDA ബൂത്ത് ഓഫീസിലെ ഫർണിച്ചറുകളും സ്ഥാനാർത്ഥിയുടെ ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ച നിലയിലാണ്. ഇന്നലെ രാത്രി സാമൂഹ്യ വിരത 12 മണിക്ക് ശേഷമാണ് സംഭവം ഇവിടെ നടത്തിയിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ അത് തടയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആയിരിക്കണം ഇതെല്ലാം ഈ വ്യാപകമായിട്ട് ഇരിക്കോട്, വലിയപറമ്പ് പഞ്ചായത്തിലൊക്കെ ഇത് ഇങ്ങനെ ഇവർ ചെയ്യുന്നുണ്ട്.
കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം എന്താണെന്നറിയുന്നത്. BJPയുടെ കൊടിമരം അറുത്ത് ഓത്തിയിൽ തള്ളിയിരിക്കുകയാണ്. NDAയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തടയിടാൻ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ആക്രമിക്കുന്നതിന്റെ തെളിവാണ് തൈക്കിലിലെ സംഭവമെന്ന് പ്രവർത്തകർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുന്നതോടൊപ്പം നാട്ടിൻപുറങ്ങളിൽ അനൗപചാരിക രാഷ്ട്രീയ ചർച്ചകൾക്കും ചൂടേറി വന്ന ഒരു കാലം പോയി മറയുകയാണ്. എങ്കിലും ചാനൽ ചർച്ചകളെ പോലും വെല്ലുന്ന രീതിയിൽ വൈകുന്നേരങ്ങളിൽ വായനശാലകളിലും ചായക്കടകളിലുമൊക്കെ ആരോഗ്യകരമായ ചർച്ചകൾ ചിലയിടങ്ങളിലെങ്കിലും ഇപ്പോഴും സജീവമാകുന്നുണ്ട്. പയ്യന്നൂർ കണ്ടങ്ങാളിൽ നിന്ന് നെറ്റ്വർക്ക് ചാനൽ പ്രതിനിധി പവിത്രൻ കണ്ടോത്ത് പകർത്തിയ ദൃശ്യങ്ങൾ. വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും ഉയരുകയാണ്. പ്രഭാതങ്ങളിലും ജോലി തിരക്കൊഴിഞ്ഞ വൈകുന്നേരങ്ങളിലും ഉൾഗ്രാമങ്ങളിലെയും നഗരത്തിലെയും ചായക്കടകളും തട്ടുകടകളുമൊക്കെ കേന്ദ്രീകരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ മുന്നേറ്റവും പ്രവർത്തനങ്ങളും സാധാരണക്കാരന്റെ ചർച്ചയിലേക്കെത്തുന്നത്. പത്രവായനയ്ക്കൊപ്പം ഏത് മുന്നണിക്ക് കൂടുതൽ വോട്ട് ലഭിക്കുമെന്നും പര്യടനത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ച ഉഷാറാകുമ്പോഴേക്കും ഉന്മേഷം കൂട്ടാൻ ചൂട് ചായയും മുന്നിലെത്തിയിരിക്കും. നാട്ടിൻപുറങ്ങളിലെ സമീപത്തുള്ളവർ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലെല്ലാം ചർച്ചകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഒത്തുചേരുന്ന പ്രായമായവർക്ക് തങ്ങളുടെ നിരീക്ഷണവും കാഴ്ചപ്പാടുകളും ആരെയും കൂസാതെ അവതരിപ്പിക്കാനും ഇത്തരം വേദികൾ സൗകര്യമൊരുക്കുന്നു. സംസ്ഥാനത്തെ വിവിധ കക്ഷികളിൽ മത്സരിക്കുന്ന പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, വികസന പ്രശ്നങ്ങൾ, സർക്കാർ നിലപാടുകൾ എന്നിവയെല്ലാം ചർച്ചകളിൽ ഉയർന്നുവരും. അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് എതിർക്കാം, വാദിക്കാം. ജീവിത സായാഹ്നത്തിൽ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ കൂടിയാകുന്നു പ്രായമായവർക്ക് ഇത്തരം വേദികൾ. അന്ന് എനിക്ക് 11 വയസ്സാണ്. EMS ആണ് ഇവിടെ മത്സരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട്. അത് നീലേശ്വരം ദ്വയാംഗ മണ്ഡലമാണ്. EMS ജനറൽ സ്ഥാനാർത്ഥിയും കല്ലളം വൈദ്യർ സംവരണ സ്ഥാനാർത്ഥിയുമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അന്ന് എൻ്റെ വീട് ഇപ്പോഴത്തെ സ്കൂളിൻ്റെ ലേശം അടുത്താണ്. തൊട്ടടുത്ത് 3 പീടികകളുണ്ട്. ഒന്ന് റേഷൻ കുഞ്ഞുമ്പ് അവരുടെ പഴയ പീടിക, ഒന്ന് ഇപ്പോഴത്തെ വേറൊരു പീടിക. ഇങ്ങനെ ഈ പീടികയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ചയായിരിക്കും, രാത്രിയും ചർച്ചയായിരിക്കും. ഇത് കേൾക്കാൻ വലിയൊരു ഉത്സാഹത്തോടെ ഞാൻ അവിടെ വോളിബോൾ കളിക്കുന്നൊരു ഇതുണ്ട്, കണ്ടം. ഗോപാലട്ടിനും കുഞ്ഞപ്പാട്ടിനും ഓർമ്മയുണ്ടാവും അല്ലേ, വീട്ടിൻ്റെ മുമ്പിലല്ലേ? അവിടെ ഇരുന്നിട്ട് ഇവരെ ചർച്ചയും കാര്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു. പത്രവാർത്തകൾ പ്രധാനപ്പെട്ടവ വിട്ടുപോകാതെ വായിക്കുകയും സായാഹ്ന പത്രങ്ങൾ അരിച്ചുപെറുക്കിയും വരുന്ന ചർച്ചകൾക്ക് കേൾവിക്കാരുമുണ്ടാകും. ആരോഗ്യകരമായ ചർച്ചകൾക്കാണ് ഇവർ പ്രാധാന്യം കൽപ്പിക്കാറ്. ഈ വൈകുന്നേരം ഞങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരിക്കുകയും മറ്റ് കാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തെപ്പറ്റി അല്ലാതെയും ഇലക്ഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും കൂട്ടായിരുന്നിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അന്നത്തെ ഇലക്ഷൻ രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല. അന്ന് പറഞ്ഞാൽ തലേന്ന് തന്നെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ സീറ്റ് കയ്യിലെടുക്കുമ്പോൾ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ആ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അന്ന് ഇന്നത്തെ മാതിരി പിന്നെ ഇത് കൂട്ടമായിട്ട് പോകുന്നതിനൊന്നും നിരോധനം ഉണ്ടായിട്ടില്ല. നടന്നു പോകാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ, വാഹനങ്ങളില്ല. അങ്ങനെ എല്ലാം പിന്നെ പ്രവർത്തകന്മാരായിട്ടും മറ്റേ ഒത്തുചേരുകയും അങ്ങനെ പിന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് ആ കാലത്ത് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ആളായിരുന്നു, കാരണം വയസ്സാവാത്തതുകൊണ്ട്. അത്രയും കാലങ്ങൾ മുമ്പെയുള്ള കാലമായി 1946 മുതൽ. പിന്നെ അതിന് ശേഷമാണ് ഇടക്കാല ഗവൺമെൻറ് വന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ പോലും മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കാറില്ല. എങ്കിലും പോരായ്മകൾ കർശനമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഇവർ മടിക്കാറുമില്ല. പരസ്പരം നിർത്തിപ്പൊരിക്കുന്ന ചർച്ചകൾ അവസാനിക്കുമ്പോഴേക്കും സന്ധ്യയായിട്ടുണ്ടാകും.
വീണ്ടും പുതിയ വിഷയവുമായി നാളെ കാണാമെന്ന് പറഞ്ഞ് വീടുകളിലേക്ക് യാത്രയാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. കടുത്ത വേനലിൽ കാനായിക്കാനവും വറ്റിവരണ്ടു തുടങ്ങി. അനധികൃത ചെങ്കൽ ഖനനവും സംരക്ഷണമില്ലായ്മയും കാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. വെള്ളം വറ്റിത്തുടങ്ങിയത് ജീവജാലങ്ങൾക്കും ഭീഷണിയാകുന്നുണ്ട്. കനത്ത ചൂടിനൊപ്പം മണ്ണെടുപ്പും കൽവെട്ടും വ്യാപകമായതോടെ കാനായിക്കാനം അകാല ചരമത്തിലേക്ക് നീങ്ങുകയാണ്. വേനൽക്കാലങ്ങളിൽ പോലും സുലഭമായി വെള്ളം ലഭിച്ചിരുന്ന കാനായിക്കാനത്തിലെ നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ചു കഴിഞ്ഞു. പയ്യന്നൂർ നഗരസഭയിലെ പ്രകൃതി രമണീയവും നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നതുമായ കാനത്തിലെ നീർച്ചാലുകൾ ഏപ്രിലിൽ തന്നെ ഇല്ലാതെയായി. വെള്ളം പൂർണ്ണമായും വറ്റുന്നതോടെ പ്രദേശത്തെ നിരവധി ജീവജാലങ്ങളും ചത്തുവീഴും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടത്തിയ പക്ഷി സർവേയിൽ 40 ഇനങ്ങളിലധികം പക്ഷികളെ നിരീക്ഷിച്ചിരുന്നു. ഇതിൽ കേരളത്തിലെ അപൂർവമായ ഇനങ്ങളും പെടും. കാനത്തിലെ സുലഭമായ വെള്ളമാണ് പക്ഷികളെ ഇവിടെ നിലനിർത്തുന്നത്. പന്നി, മുള്ളൻ പന്നി, കുറുക്കൻ, കീരി, ഉടുമ്പ്, വെരുക്, മുയൽ തുടങ്ങിയ ജീവജാലങ്ങളും ഈ പ്രദേശങ്ങളിലുണ്ട്. ഇവക്കെല്ലാം കാനത്തിന്റെ നാശം നിലനിൽപ്പിന് ഭീഷണിയാവും. കാനത്തിലേക്ക് ഒഴുകി വരുന്ന നീർച്ചാൽ മുകളിലുള്ള വിശാലമായ പാറയുടെ സംഭാവനയാണ്. ഈ പാറയിൽ ചെങ്കൽപ്പണകൾ വന്നതും സമീപത്തെ മണ്ണെടുപ്പും റബ്ബർ കൃഷിയും എല്ലാം കാനത്തിന് ഭീഷണിയായി. ഇതിനു പുറമെ ഈ വർഷത്തെ കനത്ത ചൂടുമായപ്പോൾ ഇടനാടൻ ചെങ്കൽക്കുന്നുകളിൽ പ്രധാനമായ ഈ നീരുറവ അകാലചരമം പ്രാപിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ പോലും കാനത്തിന്റെയും വെള്ളച്ചാട്ടത്തിന്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ കാനായിലെത്തുക പതിവാണ്. ഈ കാനം കടുത്ത വേനൽ ചൂടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ വേനൽ ചൂടിനെ അതിജീവിക്കാൻ പറ്റാതെ ഇതിൻ്റെ ജലസ്രോതസ് പൂർണ്ണമായും വറ്റി വരണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ആകെ ബാക്കിയുള്ള ഈ ജലം തന്നെ ഇലകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയായി സത്യത്തിൽ നാശോന്മുഖവും ജീർണീകരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് അനുസരിച്ച ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട പല ജീവജാലങ്ങളും ഇന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ജീവജാലങ്ങൾക്ക് അഭയം നൽകുന്ന ഒരു സ്ഥലമാണ് കാനം. സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ സ്ഥിതി പോലും ഉണ്ടായിരുന്നു. ഈ കാഴ്ചയുടെ സൗന്ദര്യമാണ് ഇവിടെ അസ്തമിക്കുന്നത്. ഒരു നാടിന്റെ തന്നെ ജലസ്രോതസ്സും പ്രകൃതിയുടെ വരദാനവുമായ കാനായിക്കാനം കടുത്ത വേനലിൽ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ താപനില നാൾക്കുനാൾ കൂടി വരുമ്പോൾ ചൂടിന്റെ കാഠിന്യത്തിൽ ജലസ്രോതസ്സുകളും മറ്റും വറ്റിവരണ്ട് ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കാനായിക്കാനത്തിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. അധ്യാപകരുടെ സംരക്ഷണം പുനഃസ്ഥാപിക്കണമെന്ന് AKSTU പയ്യന്നൂരിൽ നടന്ന ജില്ലാ ക്യാമ്പാണ് ഇക്കാര്യം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. സർവീസിലുള്ള അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പാക്കാൻ LDF സർക്കാർ നടപ്പാക്കിയ പ്രൊട്ടക്ഷൻ നിലവിലുള്ള സർക്കാർ അവസാന നാളുകളിൽ അട്ടിമറിച്ചിരിക്കുന്നു. ഇത് പുനഃസ്ഥാപിക്കണമെന്ന് AKSTU ജില്ലാ ക്യാമ്പ് സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ കേസുകളിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്താനുള്ള പോലീസ് നടപടിയിൽ ക്യാമ്പ് പ്രതിഷേധിച്ചു. പയ്യന്നൂരിൽ നടന്ന ജില്ലാ ക്യാമ്പ് CPI ദേശീയ കൗൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ നയങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിന് രൂപകൽപ്പന ചെയ്യാൻ അധികാരത്തിലിരിക്കുന്ന കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ വാശി കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മെ ആകുലപ്പെടുത്തുന്നത്, ആശങ്കയുണ്ടാക്കുന്നത്. പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറയുന്നത് സർവീസിൽ നിന്നും വിരമിക്കുന്ന നേതാക്കളായ V നാരായണൻ, V ഗംഗാധരൻ, VM രാജീവൻ എന്നിവർക്ക് യാത്രയപ്പം നൽകി. സ്വാഗത സംഘം ചെയർമാൻ KV ബാബു അധ്യക്ഷനായി. AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് T പ്രകാശൻ, സംസ്ഥാന സെക്രട്ടറി OK ജയകൃഷ്ണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി G അരുൺകുമാർ, M രാമകൃഷ്ണൻ, R ലതിക, VTV മോഹനൻ, M സുനിൽകുമാർ, MB ചിണ്ടൻ എന്നിവർ സംസാരിച്ചു. പാഠ്യപദ്ധതിയെക്കുറിച്ച് PK സബിത്തും ക്രിയാത്മക PTയെക്കുറിച്ച് M സജീവനും ക്ലാസ് എടുത്തു. ക്യാമ്പിന് ദിലീപ് വർമ്മ സ്വാഗതവും നിതീഷ് നന്ദിയും പറഞ്ഞു. വിശപ്പ് രഹിത പട്ടണമാകാൻ ഒരുങ്ങി ചെറുപുഴ. സെന്റ് സെബാസ്റ്റ്യനുടെ വകയും കണ്ടാവനം സൂപ്പർ ഷോപ്പും ഗ്രീൻ പാർക്ക് ഹോട്ടലും സംയുക്തമായാണ് പൊതിച്ചോറ് പദ്ധതി നടപ്പിലാക്കുന്നത്.
കോഴിച്ചാൽ ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പൊതിച്ചോറ് എന്ന പദ്ധതി ചെറുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചനേരത്ത് ചെറുപുഴ പട്ടണത്തിലെത്തുന്ന നിർധനർക്ക് ഉച്ചഭക്ഷണം നൽകുന്നതാണ് പൊതിച്ചോറ് പദ്ധതി. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30 മുതൽ 1 മണി വരെ കാണ്ടാവനം സൂപ്പർ ഷോപ്പിൽ നിന്ന് വിതരണം ചെയ്യുന്ന കൂപ്പൺ മുഖേന ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലെ ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ നിന്ന് സൗജന്യമായി ഉച്ചഭക്ഷണം ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ. കോഴിച്ചാൽ ഇടവകയും സഹകാരികളായ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി ഉദാരമതികളായ കൂടുതൽ പേർ രംഗത്ത് വരുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കാരുണ്യ വർഷത്തിൻ്റെ പരിപാടിയായി വിവിധ രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയയും ഡയാലിസിസ് നടത്തുന്നവർക്ക് സൗജന്യമായ ഡയാലിസിസ് നടത്തുവാനുള്ള സംവിധാനവും ഒരുക്കുന്നതോടൊപ്പം ഹൃദ്രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയാണ് പൊതിച്ചോറ് എന്ന് പറയുന്ന ഈ പദ്ധതി. ചെറുപുഴയിലെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത്താണിയാവാത്ത രീതിയിലാണ് ഈ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. കോഴിച്ചാൽ പള്ളി വികാരി ഫാദർ ടോമി എടാട്ട് പദ്ധതി വിശദീകരിച്ചു. പോൾ കൂട്ടുങ്കൽ, മാത്യു തറയിൽ, ജോഷി കാണ്ടാവനം, സാബു കാണ്ടാവനം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ടൗൺ സ്ക്വയറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. 7000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ടൗൺ സ്ക്വയർ പയ്യന്നൂരിന് ഒരു പുതിയ സമ്മേളന നഗരിയാണ് സമ്മാനിക്കുന്നത്. സി കൃഷ്ണൻ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവിലാണ് ടൗൺ സ്ക്വയർ നിർമ്മിച്ചിട്ടുള്ളത്. സമാധാനത്തിന്റെ സന്ദേശമുയർത്തുന്ന വെള്ളരിപ്രാവ് പശ്ചാത്തലത്തിലുള്ള സ്റ്റേജും ഇന്റർലോക്ക് ചെയ്ത നിലവും ടൈൽസും പതിച്ച് മനോഹരമാക്കിയ ചുറ്റുമതിലും ഇതിന് മാറ്റുകൂട്ടുന്നു. 7000-ഓളം ചതുരശ്ര വിസ്തീർണമുള്ള ടൗൺ സ്ക്വയറിന്റെ നിലം ഇന്റർലോക്ക് ചെയ്യുന്നതിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പയ്യന്നൂരിലെ ഗുരു ഇന്റർലോക്ക് നിർമ്മാതാക്കളാണ്. കനത്ത ചൂടിലും രാവിലെയും വൈകിട്ടുമായി ഇന്റർലോക്ക് ചെയ്ത് നിലം ഒരുക്കുന്നതിനുള്ള പ്രവൃത്തിയാണ് ദ്രുതഗതിയിൽ ഇപ്പോൾ നടന്നുവരുന്നത്. നേരത്തെ പഞ്ചായത്ത് ഓഫീസും തുടർന്ന് നഗരസഭാ ഓഫീസും പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റിയ സ്ഥലത്താണ് ടൗൺ സ്ക്വയർ സ്ഥാപിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് നിർമ്മിച്ച കിണർ ശുചീകരിച്ച് വലിയ വള്ളിക്കൂട്ടയുടെ മാതൃകയിൽ സൗന്ദര്യവൽക്കരിച്ചിട്ടുമുണ്ട്. ടൗൺ സ്ക്വയറിൽ വെള്ളരിപ്രാവിൻ്റെ ശില്പങ്ങൾ തീർത്തത് പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനമാണ്. ഇതിനകത്തുള്ള 2 മരങ്ങൾ തറ നിർമ്മിച്ച് സംരക്ഷിച്ചിട്ടുമുണ്ട്. നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് പോരാട്ടഭൂമിയാകുമോ എന്ന കാര്യത്തിൽ ഇനിയും ചോദ്യം ബാക്കിയാവുന്നു. എന്തായാലും രാഷ്ട്രീയക്കാർക്കും സാംസ്കാരിക സംഘടനകൾക്കും പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നഗരിയായി ഇനി ഈ ടൗൺ സ്ക്വയർ മാറും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. KSRTA CITU പയ്യന്നൂർ കുടുംബസംഗമവും യാത്രയപ്പ് സമ്മേളനവും SSLC വിജയികൾക്കുള്ള അനുമോദനവും പയ്യന്നൂർ CITU ട്രേഡ് സെന്ററിൽ നടന്നു. വ്യവസായത്തിന് ഗുണകരമായിട്ടുള്ളത് കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമീപനമെടുക്കുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നിർദ്ദേശിച്ചു വരേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും തയ്യാറാവണം. നമുക്കറിയാം, ഇതിന് മുമ്പുണ്ടായിരുന്ന 2006-2011 കാലഘട്ടം KSRTCയുടെ സമഗ്ര വികസനത്തിന്റെ കാലഘട്ടമായിരുന്നു. പരിപാടി M. ഷാജർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MP ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KTP മുരളീധരൻ, ബിജുമോൻ പിലാക്കൽ, K. നാരായണൻ എന്നിവർ സംസാരിച്ചു. വേനൽ ചൂടിൽ ആശ്വാസമായി SSF പഴയങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദാഹജലം വിതരണം ചെയ്തു. SSF സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് തണ്ണീർപ്പന്തൽ ഒരുക്കിയത്. ദാഹിച്ചു വലഞ്ഞ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി യുവാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തണ്ണീർപ്പന്തൽ. നൂറുകണക്കിന് ആളുകളാണ് തണ്ണീർപ്പന്തലിലെത്തി ദാഹമകറ്റി തിരിച്ചുപോയത്. റോഷ്നി സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല കൂട്ടായ്മ സർഗോത്സവത്തിന് തുടക്കമായി. സ്ഥാപനത്തിന്റെ 3ാം വാർഷിക ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ ഏതുപോലെയുണ്ട്? ഒരു ബാറ്റ് പോലെ ഉണ്ട് അല്ലേ? ബാറ്റ് നിങ്ങൾക്ക് എന്ത് പറയാം? തവി പോലെയുണ്ട്, അല്ലെങ്കിൽ പങ്കായം പോലെയുണ്ട്, എന്തും പറയുന്നത് അല്ലേ? ആ രീതി ഇതുവരെ ചെയ്തവർ കൈവന്നിക്കുന്ന എല്ലാവരും. വരച്ചു പഠിക്കുക, പഠിച്ചു വരയ്ക്കുക, കളിച്ചു വളരുക എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് അവധിക്കാല കൂട്ടായ്മ സർഗോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം KK മാരാർ നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ KKR വെങ്ങര, A. ശ്രീധരൻ മാസ്റ്റർ, സൈമൺ പയ്യന്നൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സർഗാത്മക നിർമ്മാണകല, ഉറിഗാമി, ശാസ്ത്ര കൗതുകം, പ്രകൃതി രചന, നൈപുണ്യ വികാസം, സംഗീത നിശ എന്നിവയിൽ പ്രമോദ് എടുത്തില, സൈമൺ, ബിജുമോഹൻ വെങ്ങാട്ട്, അജേഷ് കടന്നപ്പള്ളി, പ്രവീൺ രുഗ്മ, വിനോദ് പയ്യന്നൂർ തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. ക്യാമ്പിന്റെ 2ാം ദിനമായ മെയ് 1 ഞായറാഴ്ച ഉണർത്തുപാട്ട്
നാച്ചുർ പ്രിന്റിംഗ്, പാട്ടും കളിയും, ശില്പനിർമ്മാണം, സർഗസായനം എന്നിവയിൽ പ്രമുഖർ ക്ലാസ് എടുക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനവും ക്യാമ്പംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും എതിർദിശാ പത്രാധിപർ പി കെ സുരേഷ് കുമാർ നിർവഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിനു വേണ്ടി ആധുനിക സൗകര്യത്തോടുകൂടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഉദിനൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയറക്ടർ ഗീത സഞ്ജയ് വദ്കർ നിർവഹിച്ചു. ജനകീയ കൂട്ടായ്മയിൽ രൂപീകരിച്ച ഉദിനൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിനു വേണ്ടി ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന 12 മുറികളോടുകൂടിയ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം പുറവങ്കര പ്രൊജക്ട് ലിമിറ്റഡ് MD രവി പുറവങ്കരയ്ക്ക് വേണ്ടി ഉദിനൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയറക്ടർ ഗീത സഞ്ജയ് വദ്കർ നിർവഹിച്ചു. ചടങ്ങിൽ KN വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. KV ബാബുരാജ്, MV കുഞ്ഞിക്കോരൻ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. ദാമു കാര്യത്ത്, ഇയക്കാട് രാഘവൻ, മോഹനൻ കോളിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നവചേതന മാറ്റാങ്കിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന് തുടക്കമായി. പരിപാടിയുടെ ഭാഗമായി ഘോഷയാത്രയും നടന്നു. നവചേതന കലാസമിതി ആൻഡ് ഗ്രന്ഥാലയം, കുടുംബശ്രീ സംയുക്തമായാണ് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ബാൻഡ് മേളത്തിന്റെയും മുത്തക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന സാംസ്കാരിക ഘോഷയാത്ര കണ്ണപുരം ഗ്രാമത്തിന് ഉത്സവച്ചായ പകർന്നു. കണ്ണപുരം മൊട്ടമ്മലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മാറ്റാങ്കിലിൽ സമാപിച്ചു. ആനക്കൈ ബാലകൃഷ്ണൻ, പ്രേമ സുരേന്ദ്രൻ, പി മോഹനൻ, കെ രവി, VC വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവിന് കീഴിലുള്ള ശ്മശാനം നവീകരിച്ചു. ശാന്തിതരം എന്ന പേരുള്ള പുതിയ ശ്മശാനത്തിന്റെ സമർപ്പണം മെയ് 1 ഞായറാഴ്ച നടക്കും. മനോഹരമായ കെട്ടിടം, പൂന്തോട്ടം, മാലിന്യ സംസ്കരണ ടാങ്ക് എന്നിവ ശാന്തിതീരത്തിന്റെ പ്രത്യേകതയാണ്. മല്ലിയോട്ട് പാലോട്ടുകാവ് ദേവസ്വത്തിന് കീഴിലുള്ള കുതിരുമ്മൽ ആനപ്പെട്ടി തീയ സമുദായ ശ്മശാനമാണ് 25 ലക്ഷം രൂപ ചിലവഴിച്ച് ശാന്തിതീരം ശ്മശാനം എന്ന പേരിൽ നവീകരിച്ചിട്ടുള്ളത്. 1 വർഷം കൊണ്ടാണ് ശ്മശാന കമ്മിറ്റി ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ഇതിനോടനുബന്ധിച്ച് ചിരട്ട ഉപയോഗിച്ച് മൃതദേഹം സംസ്കരിക്കാൻ മേൽക്കൂരയോടുകൂടിയ പുതിയ അടുപ്പ്, വിറകുപുര നവീകരണം, ശ്മശാന പറമ്പിലേക്കുള്ള പുതിയ റോഡ്, ചുറ്റുമതിൽ എന്നിവയും കമ്മിറ്റി പൂർത്തിയാക്കി. സമുദായ അംഗങ്ങളിൽ നിന്നുണ്ടായ വളരെ ആത്മാർത്ഥപൂർണമായ സാമ്പത്തികമായും മറ്റല്ലാത്ത രീതിയിലുള്ള സഹകരണമാണ് 1 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ഈ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ജീവിത രീതിയിൽ ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴും ശവസംസ്കാര ചടങ്ങുകളിൽ പഴയ പ്രാകൃതമായ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥാവിശേഷം പലയിടങ്ങളിലും കാണുന്നതായി വരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞിമംഗലം പ്രദേശത്തെ ആനപ്പെട്ടി ശ്മശാന കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ ഒരു ശ്രമഫലമായാണ് ആധുനികവൽക്കരിക്കപ്പെട്ട ഗ്യാസ് അടുപ്പിലാണ് ശവദാഹം നടത്താൻ പോകുന്നത്. മെയ് 1 രാവിലെ 10 മണിക്ക് കുതിരുമ്മൽ ഊര് സമുദായി EP ബാലകൃഷ്ണൻ, തലായി ഊര് സമുദായി K കരുണൻ, ശ്മശാന കമ്മിറ്റി രക്ഷാധികാരി C ഗോവിന്ദൻ എന്നിവർ ചേർന്ന് ശാന്തിതീരത്തിന്റെ സമർപ്പണം നിർവഹിക്കും. നിർധനർക്ക് കൈത്താങ്ങായി ഗിവ് എ ഹാൻഡ് പദ്ധതി. ഗിവ് എ ഹാൻഡ് ഗൾഫ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിർധനരായ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണമാണ് ഗിവ് എ ഹാൻഡ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൾഫ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പാട്യം കലാസമിതി സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ മണി, സതി, രഘു എന്നിവരുടെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. VD മനോജ്, PV നിഖിൽരാജ്, വാമദേവൻ, പവിത്രൻ, നാരായണൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. വൈകല്യങ്ങളെ മറികടന്ന് കാരക്കുണ്ട് ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അഭിനവ് വീട്ടിയും അക്ഷര വിൻസെന്റും ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ
KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണക്കൊഴുപ്പേറുന്നുണ്ടോ? പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നുണ്ട്. സ്പെഷ്യലി ആയിട്ട് NDA BJP ഗവൺമെൻറ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം അവർ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ പൈസ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വൻകിട മുതലാളികളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അത് കേരളത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് BJP മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് പിന്നെ അതുപോലെ കോൺഗ്രസും കൂട്ടുകെട്ടായിട്ട് അവർക്ക് വേണ്ടിയിട്ടും അവർ സംഭാവന നൽകുന്നുണ്ട്. ഇത് നിഷ്പക്ഷമായി നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. രാഷ്ട്രീയ പ്രവണത ഭൂഷാരാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഒന്നാമത് BJP, രണ്ടാമത് ഉമ്മൻചാണ്ടിൻ്റെ ഗവൺമെൻറ്. അവർ ഉമ്മൻചാണ്ടി കണ്ടമാനം അഴിമതി നടത്തിയിട്ട് പണം ഇഷ്ടംപോലെ ജനങ്ങളിലേക്ക് വരേറുന്നുണ്ട്. പണം മാത്രമല്ല, പിന്നെ അതുപോലെ മദ്യം, അതുപോലെ മയക്കുമരുന്നുകൾ എല്ലാം ഉണ്ട്. പിന്നെ NDA ഗവൺമെൻറ്, BJPൻ്റെ പിന്നെ ഇവർ NDA മുന്നണി ഇടതുപക്ഷം മാത്രമാണ് ഇത് നിഷ്പക്ഷമായിട്ട് സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പിന്നെ പേപ്പറിലെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മളിതിനെ കൂടെ ഞാൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കൊടുക്കുന്ന പതിവ് കുറവാണ് ഇതിൻ്റെ കൂടെ. ഇനി വേറെ അതിൻ്റെ പറയാൻ കഴിയില്ല. പക്ഷേ പേപ്പറിൽ 1 ലക്ഷം 2 ലക്ഷം ഇങ്ങനെ കള്ളപ്പണം കൊണ്ടുപോകാൻ പിടിക്കുന്ന 20 ലക്ഷം കേൾക്കുന്നുണ്ട്. അത് മാത്രമേ കേട്ടില്ല. മറ്റു ഞാൻ എൻ്റെ അനുഭവത്തിലില്ല. നമ്മുടെ സാധാരണഗതിയിൽ നിന്ന് ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന വിഷയങ്ങൾ നേരിട്ട് അവതരിപ്പിക്കുകയും അവരിലൂടെ ജീവിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ മാനുഷികമായ പ്രശ്നങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ, ജനങ്ങളെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നേരിട്ടറിയുകയും അതിന് പരിഹാരം കാണാൻ അവരുടെ കൂടെ താല്പര്യത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് തിരഞ്ഞെടുപ്പ് മാറേണ്ടത്. പക്ഷേ ഇന്ന് എല്ലാ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന കാലത്ത് പ്രചരണത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വലിയ തോതിൽ പൈസ ചെലവാക്കുന്ന രീതിയിലേക്ക് മത്സരത്തിൻ്റെ ഒരു ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഇനി അറിയിപ്പുകൾ. LP വിഭാഗം അധ്യാപക പരിശീലനം 2ാം ഘട്ടം മെയ് 2 മുതൽ 6 വരെ GHS മാത്തിൽ വെച്ച് നടക്കുന്നു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി, കരിവള്ളൂർ, പെരളം പഞ്ചായത്തുകളിലെ അധ്യാപകരാണ് പങ്കെടുക്കേണ്ടത്. LP വിഭാഗം 3ാം ഘട്ടം മെയ് 23 മുതൽ 27 വരെ നടക്കും. രാമന്തളി പഞ്ചായത്തിലെ അധ്യാപകരും മറ്റു ജില്ലകളിൽ നിന്നും പയ്യന്നൂർ BRCയിൽ പങ്കെടുക്കാൻ അനുവാദം ലഭിച്ച അധ്യാപകരും പങ്കെടുക്കണമെന്ന് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ അറിയിക്കുന്നു. പയ്യന്നൂർ കേളോത്ത് തണൽ പുരുഷ സ്വാശ്രയ സംഘം 1ാം വാർഷികം മേടസന്ധ്യ 2016 സാംസ്കാരിക കൂട്ടായ്മ മെയ് 1 ഞായറാഴ്ച കേളോത്ത് കൈരളി റോഡിന് സമീപം നടക്കും. പയ്യന്നൂർ ഫൈൻ ആർട്സ് മഹിളാവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലനം നടത്തിവരുന്ന വനിതാ കോൽക്കളി സംഘത്തിന്റെ കോലെടുക്കൽ ചടങ്ങ് മെയ് 1 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇളമ്പച്ചി ശ്രീ കൊഴുന്തിൽ വാണിയൻ വളപ്പിൽ തറവാട് കളിയാട്ട മഹോത്സവം മെയ് 1, 2 തീയതികളിൽ നടക്കും. കണ്ടങ്കാളി ശ്രീ പൂന്തുരുത്തി ഓർപ്പഴശ്ശി വേട്ടയ്ക്കൽ മകൻ കോട്ടം 2015-16 വാർഷിക ജനറൽ ബോഡി യോഗം മെയ് 1 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ഷേത്രം ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്നത് വ്യാപകമാകുന്നു. എതിർകക്ഷികളുടെ പരാജയഭീതി മൂലമെന്ന് നേതാക്കൾ. കടുത്ത വേനലിൽ കാനായിക്കാനവും വറ്റിവരണ്ടു തുടങ്ങി. അനധികൃത ചെങ്കൽ ഖനനം കാനത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. വിശപ്പുരഹിത പട്ടണമാകാനൊരുങ്ങി ചെറുപുഴ. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പൊതിച്ചോറ് പദ്ധതിക്ക് തുടക്കമായി. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ടൗൺ സ്ക്വയറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പോയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പോലെ ചിലയിടങ്ങളിലെങ്കിലും ഇപ്പോഴും സജീവമാണ് ചായക്കട ചർച്ചകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.